സിത്താര അവളുടെ പെറ്റമ്മയാ. സിത്താരയ്ക്ക് ചിലപ്പോൾ തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ അവളെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുമായിരിക്കും. പക്ഷേ എൻ്റെ മോക്ക് നീ കൊടുത്ത സ്നേഹമുണ്ടല്ലോ, അതിന് പകരം വെക്കാൻ ഈ ഭൂമിയിൽ ഒന്നും ഉണ്ടാവില്ല. ദൈവം എല്ലാവരെയും സൃഷ്ടിക്കും. അതിൽ ചിലർക്ക് മാത്രം തൻ്റെ അംശം കൂടി ചേർത്ത് കൊടുക്കും. അങ്ങനെ കിട്ടിയ ഒരാളാ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അത് അഭിമാനത്തോടെ ഞാൻ പറയും. എന്നാ പിന്നെ പോയി മോളെ വിളിക്കേ, ഞാനടിയാ. ആദ്യമായിട്ടാണോ എന്നെ കാണുന്നേ? അയ്യോ, അമ്മ എന്തിനാ കരയുന്നേ? എങ്ങോട്ടാ നമ്മള് പോകുന്നേ? ആ, അമ്മയുടെ കണ്ണ് നിറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? കാര്യമുണ്ട്. ഞാൻ നിന്റെ അമ്മയുടെ അടുത്തേക്കാ കൊണ്ടുപോകുന്നേ. നിന്റെ പെറ്റമ്മയുടെ അടുത്തേക്ക്. സിത്താര മാഡത്തിന് നിന്നെ ഏൽപ്പിക്കാൻ. ഓ, അത് ശരി. അപ്പോ അമ്മയുടെ അടുത്തുനിന്ന് എന്നെ ഒഴിവാക്കി വിടുകയാണല്ലേ? അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എനിക്കങ്ങനെ പോകാൻ പറ്റുന്ന? എനിക്ക് ഒരു സ്ഥലത്തും പോകണ്ട. എനിക്ക് അമ്മയുടെ അടുത്ത് മാത്രം നിന്നാ മതി. അമ്മ പറയുന്നത് കേൾക്കുമോളെ. ഇപ്പൊ സിത്താര മാഡത്തിന്റെ മുന്നില് അമ്മയുടെ സ്ഥാനം എന്താ? അവരെ ചതിച്ച് അവരുടെ ജീവിതം ഇല്ലാതാക്കിയ ഒരു സ്ത്രീ എന്നല്ലേ? ഇപ്പോ ശ്രീനിവാസ് സാർ വന്നു. നിന്നെ ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഇനിയെങ്കിലും അമ്മയുടെ പേരിലുള്ള കളങ്കം അമ്മയ്ക്ക് കഴുകി കളയണ്ടേ? അതിന് എന്റെ മോള് സമ്മതിച്ചേ പറ്റൂ. മോള് ജീവിക്കേണ്ടത് അച്ഛന്റെ അമ്മയുടെയും കൂടെയാ. സിത്താര മാഡവും ശ്രീനിവാസ് സാറും കൃഷ്ണയും ഗാഥയും എല്ലാവരും ഒരുമിച്ചുണ്ടാവണം. എന്നിട്ട് അമ്മയോ? എന്റെ പേരിലുള്ള സംശയം മാറിയാല്, നിന്നെ സ്വന്തമായി സിത്താര മാഡത്തിന് കിട്ടിയാല്, പിന്നെ എന്നെ സിത്താര മാഡം വിടുവോ? നീ എന്റെ കൂടെ നിന്നോ ശാന്തി എന്ന് പറയില്ലേ? അമ്മ കൂടെ തന്നെ ഉണ്ടാവും മോളെ. പിന്നെന്താ? വേണ്ട വേണ്ട അമ്മേ. മോളെ, വെറും തെറ്റിദ്ധാരണകൾ കൊണ്ടകന്നവര് നിന്റെ അച്ഛനും അമ്മയും. നീ സിത്താര മാഡത്തിന്റെ മകളാണെന്ന് അറിയുമ്പോ സിത്താര മാഡത്തിന്റെ എല്ലാ സംശയവും മാറും. അതുപോലെ എല്ലാം അറിയുമ്പോ ശ്രീനിവാസ് സാറിന്റെ സംശയവും മാറും. സിത്താര മാഡം വേറെ കല്യാണം കഴിച്ചു, അതിൽ പിറന്ന കുട്ടിയാണ് ഗാഥ എന്നൊക്കെ പറയുന്നില്ലേ? അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ സംശയങ്ങളും മാറട്ടെ. എല്ലാവരും ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചതല്ലേ?